ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 1/2 kg ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, 1/2 സ്പൂൺ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കനിൽ ഇച്ചിരി വെള്ളം നിൽപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഓനിയൻ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുക, 2 പൊട്ടറ്റോ വേവിച്ച് തൊലി കളഞ്ഞ് എടുത്ത് വച്ചേക്കുക. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഓനിയൻ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന 2 പൊട്ടറ്റോ ആഡ് ചെയ്ത് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉള്ളം കൈയിൽ വെച്ച് നമുക്ക് 2 കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഈ ഷേപ്പിൽ വരും. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് നമുക്കതൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് വരാം. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അത് ചട്ടി ചൂടായ ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കട്ട്ലറ്റിൻ്റെ പീസസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് അത് എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഇട്ട് നമുക്കൊന്ന് അത് കവർ ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം അതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്ക് റെഡിയാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് കടകളിൽ മേടിക്കുന്ന കട്ട്ലറ്റ് നമുക്ക് വീട്ടിലും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കാം. നല്ല അടിപൊളി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്.